ഇപ്പൊ ഞങ്ങളുടെ കിടപ്പറയക്കുമ്പോഴും ഞങ്ങൾ വീഡിയോയിലാണ് ചെയ്യുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ രേണുസുധിയുടെ കാര്യത്തിൽ ചില മൊമെന്റ്സ് പ്രൈവറ്റ് ആണ്, ചില മൊമെന്റ്സ് പബ്ലിക്കുള്ള ഇതുണ്ട്. ഞങ്ങളുടെ കല്യാണം നടന്നപ്പം ചകഞ്ഞു വന്നത് ഈ ഫോട്ടോ കണ്ടോ, ആ ഫോട്ടോ കണ്ടോ, ഇങ്ങനെ നിൽക്കണം കണ്ടോ, അങ്ങനെ നിൽക്കണം കണ്ടോ ചോദിച്ചോണ്ട് വന്നത്. ഞങ്ങളെ പറ്റി ആൾക്കാർ പറഞ്ഞപ്പോഴും പറഞ്ഞ അതേ കാര്യമാണ്. കമന്റ്സിൽ പറയുന്ന ആൾക്കാർക്ക് അവരുടെ ജീവിതം അറിഞ്ഞില്ല. ഇപ്പൊ രേണുസുധി എന്താണോ ചെയ്യുന്നത് അത് അവർക്ക് ശരിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിയാണ്. ഞങ്ങള് ചേർന്ന് നടന്നു കഴിഞ്ഞപ്പം കുറുക്കന്റെ കൂട്ട് മറ്റേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്, ടൈറ്റില് ഇതായിട്ടുള്ളവരുണ്ട്. ഈ ഇടയ്ക്ക് ഇട്ടിരുന്നു പുള്ളിക്കാരി എന്റെ പൈസ കണ്ടിട്ടാണ് എന്റെ കല്യാണം കഴിച്ചത്. അങ്ങനെയാണെങ്കിൽ ദാരിദ്ര്യത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. കാരണം എന്റെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയും. ഞാനത് പറയും ചെയ്തു. അതെ, പിന്നെ ഏട്ടന്റെ പണം കണ്ടിട്ടാണ് കിട്ടിയത്. പക്ഷെ ഏത് ബാങ്കിലെ ഡെപ്പോസിറ്റിന് മാത്രമേ. ഞാൻ 18 വയസ്സ് തൊട്ട് ബാങ്കിൽ പോയി തുടങ്ങിയതാണ്, ബ്ലഡ് ബാങ്കിൽ. കാരണം 18 വയസ്സോട് ഞാൻ ഡൊണേറ്റ് ചെയ്യുന്നതാണ്, അതൊരു സർവീസ് ആയിട്ട് ചെയ്യുന്നതാണ്. എന്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് ക്രെഡിറ്റ് കാർഡില്ല, ലോണില്ല എന്നുള്ള ആ രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് വലിയ സമ്പാദ്യങ്ങളൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് യെസ്, ദൈവം ഞങ്ങൾക്ക് വേണ്ടത്രയും തരുന്നുണ്ട്, അതിന് ഒരിക്കലും കുറ്റം പറയില്ല. സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാത്രമേ ഉണ്ടാവും. ഞങ്ങളുടെ കല്യാണം നടന്നപ്പം ചകഞ്ഞു വന്നത് ഈ ഫോട്ടോ കണ്ടോ, ആ ഫോട്ടോ കണ്ടോ, ഇങ്ങനെ നിൽക്കണം കണ്ടോ, അങ്ങനെ നിൽക്കണം കണ്ടോ ചോദിച്ചോണ്ട് വന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, ഈ കമന്റ് ചെയ്യുന്നതും ഈ തെറ്റായ രീതിയിൽ ഒരു ടൈറ്റിൽ ഇട്ടിട്ട് അതിൽ നിന്ന് എൻകാഷ് ചെയ്യാൻ നോക്കുന്നതല്ല, ഓരോ ആൾക്കാരുടെ വൈകല്യങ്ങൾ മാത്രമാണ്. പിന്നെ രേണുസുധിയുടെ പേഴ്സണൽ ലൈഫ് അത് അവർക്കുള്ളതാണ്. അപ്പൊ അത് എന്ത് വേണം എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ടതാണ്. ഇനി പേഴ്സണൽ ലൈഫ് പബ്ലിക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ കിടപ്പറയക്കുമ്പോഴും ഞങ്ങൾ വീഡിയോയിലാണ് ചെയ്യുന്നതെന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞങ്ങൾ തമ്മിൽ കാണുന്നത് ആ ഒരു കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈവറ്റ് മൊമെന്റ് ആണ്. അത് റിവീൽ ചെയ്യാൻ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആൻസറബിൾ ആണ്. ഇപ്പൊ രേണുസുധിയുടെ കാര്യത്തിൽ ചില മൊമെന്റ്സ് പ്രൈവറ്റ് ആണ്, ചില മൊമെന്റ്സ് പബ്ലിക്കുള്ള ഇതുണ്ട്. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതോറും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. രേണുസുധി റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ റിയാക്ട് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരു രസം. നമുക്ക് എന്താ പറയാ, ഈ കമ്പയർ ചെയ്ത് പറയല്ല, ഇനി അങ്ങനെ ടൈറ്റിൽ ഇടായിരുന്നു, കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കാന്നുള്ളത്. കൈ പൊള്ളുമ്പോൾ അത് കിടന്ന് തുള്ളുന്നത് കാണാൻ മനുഷ്യർക്ക് ഒരു രസമാണ്. അതേപോലെ ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഇട്ട് ചെകഞ്ഞ് അവർ ഇറിറ്റേറ്റ് ചെയ്ത് അവർ റിയാക്ട് ചെയ്ത് കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നത് കണ്ടോ, ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പ്രിൻസ് എന്ന് പറഞ്ഞ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഒരു യൂട്യൂബർ എങ്ങനെയെല്ലാം എന്തെല്ലാം ചെയ്യും എന്നുള്ളത് ആ സിനിമയിൽ. അതില് ഉർവശിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, ഇവിടെ എല്ലാ 27 സംസ്ഥാനങ്ങളിലും ബാൻ വന്നാലും കൺട്രോൾ വന്നാലും കേരളത്തിൽ വരില്ല. അവിടെ വരേണ്ടത് നമ്മൾ തന്നെ എടുക്കേണ്ട ഒരു ഡെസിഷനാണ്. ഞാൻ ഇതിങ്ങനെ പോസ്റ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നത്. ആ ഒരു സെൽഫ് റെസ്ട്രെയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നന്മയുണ്ടാവും. പക്ഷെ അത് നമ്മുടെ ഇല്ല. അതിനകത്ത് ഒരു യൂട്യൂബർ പറയുന്നതും ഉണ്ട്, ഞങ്ങൾ ABCD ഓൺലൈൻ ആണ്, ഞങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളത് ചെയ്യുന്നത് നല്ലത് ചെയ്യാം എന്ന് തോന്നുന്ന ആ നിമിഷം തൊട്ട് ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും. കാരണം രേണുസുധിയുടെ ലൈഫിൽ അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. റിയാക്ഷൻ വീഡിയോസിലാണ് ഇവർക്ക് ഇത്. അതില് ഉർവശിയുടെ ഡയലോഗ് വളരെ സ്പെസിഫിക് ആണ്. പറ്റുന്നെങ്കിൽ അത് കട്ട് ചെയ്ത് തന്നെ ഇടുക, ആ ഒരു ഫുൾ പോർഷൻ. അതില് പറയുന്നുണ്ട്, ഒരാള് മരിച്ചു കിടക്കുമ്പോൾ അതുപോലും എങ്ങനെ പൈസയാക്കാം എന്ന് ചിന്തിച്ചെടുക്കുന്ന വീഡിയോസ്. അത് ഹേർട്ടിംഗ് ആണ്.